ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമേ ടി വി സീരീസിലെ സീസൺ 1 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീസൺ തീരുന്നതിനുള്ളിൽ 30K സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ടാർഗറ്റ്. സോ പെട്ടെന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സമയമില്ലാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഏയ് ആർവിൻ എന്തെങ്കിലും പറ, എന്തു പറ്റി നിനക്ക്? ഹേയ് ആർവിൻ ഒന്ന് നോക്ക് എന്ന് ആർവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കോണി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കണ്ടിട്ട് നല്ലോണം പേടിച്ചിട്ടുണ്ടല്ലോ. അല്ല, നിന്റെ സ്കോഡ് എവിടെ? ഇതെന്താ നിന്റെ മേത്തെന്തോ വഴുവഴുപ്പൊക്കെ? ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് കോണി ചോദിക്കുന്നു. ഇപ്പോഴാണ് ആർവിൻ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അയ്യോ എന്നും പറഞ്ഞ് അവൻ നിലവിളിക്കുന്നു. ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാണ്, എനിക്ക് മരിക്കണം. ഒന്ന് അടങ്ങ് ആർവിൻ, മറ്റുള്ളവരൊക്കെ എവിടെ എന്ന് കോണി ചോദിക്കുന്നു. ഒന്ന് മതിയാക്ക് കോണി, അവരെല്ലാം തന്നെ മരിച്ചു കാണും എന്നൊരു ലേഡി പറയുന്നു. ഏയ് ഒന്നും മിണ്ടാണ്ടിരിക്കേ, ഇവനോട് ചോദിക്കട്ടെ. ഇനി എന്ത് ചോദിക്കാൻ, ഇവിടെ ഉള്ളതൊക്കെ കണ്ടാൽ അറിയില്ലേ. ഇവന് വേണ്ടി വെറുതെ കളയാൻ നമുക്ക് സമയമില്ല. പക്ഷെ എന്തിന് ഇവനെ മാത്രം ബാക്കി വെച്ചു? ആർക്കറിയാം, ഒരു പക്ഷേ ഇവൻ ചത്തു എന്ന് വിചാരിച്ചു കാണും. അതാ ടൈറ്റൻസ് ഇവനെ കഴിക്കാഞ്ഞ്. എന്നാലും എല്ലാവരെയും ടൈറ്റൻ കഴിച്ചിട്ട് എന്തിന് എറിനെ പോലും ടൈറ്റൻ കഴിച്ചിട്ട് ഈ പാഴ് ജന്മത്തെ മാത്രം ഇവിടെ ബാക്കി വെച്ചല്ലോ. നിർത്തടി, ഇനി നീ വാ തുറന്നാ നിന്റെ മോന്തടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് കോണി പറയുന്നു. ഹേയ് നിർത്ത്, വഴക്കുണ്ടാക്കല്ലേ. നമ്മളെല്ലാവരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ എത്ര സുഹൃത്തുക്കൾ മരിച്ചു. അതാ അവൾ ഇങ്ങനെ പറഞ്ഞ് എന്ന് ട്രിസ കോണിയോട് പറയുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ട്രിസ, എന്തായാലും ഇതെല്ലാം കഴിയുമ്പോ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. എഴുന്നേക്കാൻ പറ്റുമോ ആർവിൻ? നിനക്ക് ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ റിയർ ഗാർഡിന്റെ കൂടെ ചേർന്നോളാം എന്ന് പറഞ്ഞ് ആർവിൻ അവിടെ നിന്നും പോകുന്നു. ഇത് ശരിക്കും ഒരു നരകമാണ്. പക്ഷേ ഞാൻ അത് വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല. ശത്രുക്കളുടെ ഇരയായിട്ട് എന്നും ദുർബലരുണ്ടായിരുന്നു. പക്ഷേ എന്റെ സുഹൃത്തുക്കൾ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് അവർ ശ്രമിച്ചു. എന്നെ പോലെ ഒരുത്തനെ അവർ രക്ഷിച്ചു. അതെനിക്ക് സഹിക്കാനായില്ല. അവരെ സംബന്ധിച്ച് ഞാൻ എന്നും സംരക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തി മാത്രമാണ്. ഞാനും അവരുടെ കൂടെ നിന്ന് അവരെ പോലെ ആവാൻ ആഗ്രഹിച്ചു, ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി. ഇതേ സമയമാണ് അവിടെ ഉണ്ടായിരുന്ന മതിലിടിച്ച് ആർവിൻ താഴെ വീഴുന്നത്. ഇതാണോ അത്രയൊക്കെ ആഗ്രഹിച്ചിട്ട് നേടിയത്? ഞാൻ കാരണം എറിൻ. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഹന്ന, നീ എന്താ ചെയ്യുന്നേ എന്ന് ആർവിൻ ചെന്ന് ചോദിക്കുന്നു. ആർവിൻ സഹായിക്കേ, ഫ്രാൻസ് അനങ്ങുന്നില്ല. കുറെ നേരമായി ശ്രമിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ടും ഫ്രാൻസ് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുന്നു. ഹന്ന, ഇവിടെ നിൽക്കുന്ന അപകടമാണ്, അതുകൊണ്ട് ഇല്ല, ഫ്രാൻസിനെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. മരിച്ചടക്കുന്ന ഫ്രാൻസിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവൾ ഒരുപാടധികം ശ്രമിക്കുന്നു. അവൻ മരിച്ചുപോയെന്നുള്ള യാഥാർത്ഥ്യം അവളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ കണ്ടു നിൽക്കാൻ ആർവിനെ കൊണ്ട് പറ്റുന്നില്ല. ഇതേ സമയം വാൾ റോസിനകത്തോട്ട് ജനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വ്യവസായി തന്റെ സാധനങ്ങളെല്ലാം തന്നെ വാൾ റോസിനകത്തോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് അവിടെ കുടുങ്ങിക്കിടക്കുവാണ്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇവിടെ നടക്കുന്നൊന്നും നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അയാൾ പറയുന്നു. നിങ്ങൾക്കൊന്നും ചാവേണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തള്ള്. ഇത് കേട്ട് ജനങ്ങൾക്ക് ദേഷ്യം വരുവാണ്. അത് എത്ര തള്ളിയാലും അവിടെ നിന്നും പോവില്ല. മര്യാദയ്ക്ക് അത് അവിടെ നിന്നും മാറ്റ് എന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്നു. ഇതേ സമയം ജനങ്ങൾ അങ്ങോട്ടൊരു ഗാർഡ്സിനെ കൊണ്ടുവരുന്നു. ജനങ്ങൾ അവരോട് അങ്ങേരെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഓ, നിനക്ക് അറസ്റ്റ് ചെയ്യണോ? എന്നാ ചെയ്യടാ. ഞാൻ ആരാണെന്ന് നിനക്ക് നന്നായി അറിയാലോ. നിനക്കൊക്കെ ശമ്പളം തരുന്നത് എന്റെ കാശ് കൊണ്ടാ. ഇവിടെയുള്ള പട്ടാളക്കാരെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ നിനക്ക് പറ്റുമോ? ഇവിടെയുള്ള ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങളൊക്കെ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും ഈ കാണുന്ന കെട്ടിനകത്തുള്ള പകുതി പോലും ഉണ്ടാക്കാൻ പറ്റില്ല. സഹകരിച്ച നിങ്ങൾക്കൊക്കെ കൊള്ളാം എന്ന് അയാൾ പറയുന്നു. പെട്ടെന്നാണ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുന്ന സമയത്തതാ ഒരു ടൈറ്റൻ അങ്ങോട്ട് ഓടി വരുന്നു. ജനങ്ങളെല്ലാം പേടിച്ച് അത് അതിനകത്തോട്ട് തള്ളിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുവാണ്. ആ ടൈറ്റന്റെ പുറകെ തന്നെ സർവേ കോപ്സും വരുന്നുണ്ട്. അതെന്താ നമ്മളെ മൈൻഡ് ചെയ്യാത്തെ എന്നൊരു ഓഫീസർ ചോദിക്കുന്നു. അതെന്ത് വേഗത്തിലാ പോകുന്നേ? അതെ ശരിയാണ്, എലൈറ്റുകളായിട്ടുള്ള നമ്മളെ കൊണ്ടും അതിന്റെ കൂടെ എത്താൻ പറ്റുന്നില്ലേ? ഇങ്ങനെ പോയാ പെട്ടെന്നാണ് അങ്ങോട്ട് ഒരാൾ വരുന്നത്. വളരെ വേഗത്തിൽ വന്ന് ആ ടൈറ്റന്റെ കഴുത്ത് അങ്ങ് വെട്ടുവാണ്. ജസ്റ്റ് മിസ്സിന് അത് ജനങ്ങളുടെ മുമ്പിൽ വന്ന് വീഴുവാണ്. നോക്കുന്ന സമയത്ത് അത് മിക്കാസയായിരുന്നു. അവിടെ നടക്കുന്നത് കണ്ട് മിക്കാസക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. നീ കൃത്യസമയത്ത് വന്നത് എന്തായാലും നന്നായി. പെട്ടെന്ന് ഇത് അവരുടെ അകത്ത് തള്ളിക്കയറ്റാൻ പറ. എന്റെ സ്ക്വാഡ് അവിടെ മരിച്ചു വീഴുന്നു. ജനങ്ങളെ ഒഴിപ്പിക്കാൻ വഴുകുന്നത് കൊണ്ട് അവരിപ്പോഴും അവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെനിക്കെന്താ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? ഇത് കേട്ട് മിക്കാസക്ക് ദേഷ്യം വരുന്നു. ആളുകൾ മരിച്ചു വീഴുന്നത് സർവ്വസാധാരണമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, ഇപ്പോ ഒരു ജീവൻ ബലി കൊടുത്ത് ആയിരങ്ങളെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഇതേ സമയം തന്നെ അങ്ങേരുടെ ഗാർഡ്സ് മിക്കാസയെ അടിക്കാൻ വേണ്ടി പോകുന്നു. മിക്കാസ അവരെ രണ്ടുപേരെ അടിച്ച് താഴെയിടുന്നു. മരിച്ചു കഴിഞ്ഞാ നീ വെറൊരു ശവം മാത്രമാണ് എന്ന് പറഞ്ഞ് മിക്കാസ അവനെ വെട്ടാൻ വേണ്ടി പോകുന്നു. പേടിച്ചു വിറച്ചവൻ ശരി വണ്ടി മാറ്റി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ജനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് ഓടിച്ചാടി കയറുന്നു. നന്ദിയുണ്ട് ചേച്ചി എന്ന് മിക്കാസയെ നോക്കി ഒരു കുട്ടി പറയുവാണ്. ഇതേ സമയം മിക്കാസ അവൾക്കൊരു സല്യൂട്ട് കൊടുത്ത് അവിടെ നിന്നും പോകുന്നു. മഴ പെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നുണ്ട്. നീ കൃത്യസമയത്ത് കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്തു എന്നൊരു ഓഫീസർ അവളോട് പറയുന്നു. നന്ദിയുണ്ട്, പക്ഷെ എന്റെ ഈ ക്ഷമയില്ലായ്മ കാരണം ഒരു ബ്ലേഡ് കേടുവന്നു. എന്നാൽ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ശ്രദ്ധിക്കണം
ഇത്രയധികം കെയർഫുൾ ആയിട്ടിരിക്കാൻ മാത്രം നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് ആ ഓഫീസർ അവളോട് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ അവളുടെ അച്ഛനെയും അമ്മയൊക്കെ പറ്റി ആലോചിക്കുന്നത്. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. അൾട്രാ ഹാർഡ് സ്റ്റീൽ, ഉറപ്പും വഴക്കവുമുള്ള ഈ ലോകത്തിന് ടൈറ്റനുകളുടെ ശരീരത്തെ മുറിവേൽപ്പിക്കാൻ സാധിക്കും. ഇത്തരം ബ്ലേഡുകളെ ആന്റി ടൈറ്റൻ വെപ്പൺസ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അൾട്രാ ഹാർഡ് സ്റ്റീൽ വേർതിരിച്ചെടുക്കാൻ ഫാക്ടറി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന സവിശേഷമായ ചൂളകൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് മറ്റൊരിടത്തും ഇത് നിർമ്മിക്കുന്നില്ല. വർഷം 844. ഒരു മലഞ്ചെരുവിലുള്ള ഒരൊറ്റപ്പെട്ട വീട്ടിൽ ഒരു ഫാമിലി താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആ വീട്ടിലെ കുട്ടി എന്തോ സ്റ്റിച്ച് ചെയ്ത് അവന്റെ അമ്മക്ക് കൊടുക്കുവാണ്. വളരെ നന്നായിട്ടുണ്ടെന്ന് അവളുടെ അമ്മയും പറയുന്നു. ഈ കല നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നിനക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോ നീ അവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് അവളുടെ അമ്മ അവളോട് പറയുന്നു. ഓ, ഈ കുട്ടികൾ എങ്ങനെ ഉണ്ടാവാ എന്ന് അവൾ ചോദിക്കുവാണ്. അവളുടെ അമ്മ അത് അച്ഛനോട് ചോദിക്കാൻ പറയുന്നു. അച്ഛനാണെങ്കിൽ ഒരു നിമിഷം സ്തംഭിച്ചു നിൽക്കുവാണ്. അത് പിന്നെ എനിക്കും കൃത്യമായിട്ട് അറിയില്ല മോളെ. ഡോക്ടർ ഏഗർ ഇപ്പൊ വരുമല്ലോ, അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് അച്ഛൻ പറയുന്നു. അപ്പോഴാണ് ഡോർ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ആ വന്നെന്ന് തോന്നുന്നു എന്ന് അച്ഛൻ പറയുന്നു. പിന്നീട് കാണുന്നത് ആ വീടിന് പുറത്തിരുന്ന് ആ ഡോർ മുട്ടിക്കൊണ്ടിരിക്കുന്ന എറിനെയും അവന്റെ അച്ഛനെയുമാണ്. മിക്കാസ, അതെ, അവൾക്ക് ഇവിടെ വേറെ കൂട്ടുകാരൊന്നുമില്ല, അതുകൊണ്ട് നീ അവളോട് കൂട്ടുകൂടണം. അത് അവളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും എന്ന് എറിൻ പറയുന്നു. എറിൻ, എന്തുകൊണ്ടാണ് നിനക്ക് ഒരു കൂട്ടുകാരൻ മാത്രമുള്ളത് എന്ന് എറിന്റെ അച്ഛൻ അവനോട് ചോദിക്കുന്നു. ഇത്രയും നേരമായിട്ട് ഡോർ തുറക്കാത്തത് കണ്ടിട്ട് യാഗർ ആ ഡോർ തുറന്നു നോക്കുന്നു. അകത്ത് നിറയെ ചോരയാണ്. ഇത് കണ്ട് ഏഗർ നെട്ടിധരിച്ചു നിൽക്കുന്നു. അകത്ത് കയറി അവർ കാണുന്നത് മിക്കാസയുടെ അച്ഛനും അമ്മയും അവിടെ മരിച്ചു കിടക്കുന്നതാണ്. എറിൻ, നീ അവിടെ നോക്ക്, മിക്കാസെ അവിടെ എങ്ങാനും കാണുന്നുണ്ടോ? ഇല്ല അച്ഛാ എന്ന് എറിൻ പറയുന്നു. ഞാൻ ഈ വിവരം മിലിറ്ററി പോലീസിനെ അറിയിച്ചിട്ട് വരാം. നീ പെട്ടെന്ന് തന്നെ അടിവാരത്തോട്ട് പൊക്കോ, മനസ്സിലായോ എറിൻ എന്ന് എറിനോട് ചോദിക്കുന്നു. ഇതൊക്കെ കണ്ട് എറിൻ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നു. ഇതേ സമയമാണ് ഒരു വീട് കാണിക്കുന്നത്. ഇവളെ വിറ്റാ വില കിട്ടുവോ എന്നൊരാൾ ചോദിക്കുന്നു. ഡാ, നീ അവളുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ എന്ന് മറ്റൊരാൾ പറയുന്നു. എന്താ ഇവൾക്ക് ഇത്ര പ്രത്യേകത? ഒരു കുട്ടിയല്ലേ? അല്ല, പണ്ടൊക്കെ മനുഷ്യരിൽ തന്നെ പല വംശങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വംശത്തിലെ അവസാനത്തെ കുട്ടിയാണ് ഇവൾ. ആ വംശം താമസിച്ചിരുന്നത് തെക്ക് ഭാഗത്തായിരുന്നു. അവിടെ നിന്നുമാണ് ഇവളുടെ തലമുറക്കാർ മതിലിനുള്ളിലോട്ട് വന്നത്. തലസ്ഥാനത്തിന്റെ അണ്ടർഗ്രൗണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ ഇവളെ ലേലം ചെയ്യാം. ഇവളുടെ വംശത്തിലെ ആരും തന്നെ ഇപ്പോ ബാക്കിയില്ല. ഇവളുടെ അച്ഛനെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ലല്ലോ. ഇവൾ പൂർണ്ണമായിട്ടും ആ വംശത്തിൽപ്പെട്ടതല്ല എന്ന് തോന്നുന്നു. അതെ, ശരിയാ. നീ എന്തിനാ അവളുടെ അമ്മയെ കൊന്നേ എന്ന് ദേഷ്യത്തോടെ അയാൾ ചോദിക്കുന്നു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അവൾ എന്നെ കൊല്ലാമെന്ന് നിങ്ങൾ കണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഇവർ തർക്കിക്കുവാണ്. അപ്പോഴാണ് നടന്നത് എന്താണെന്ന് കാണിക്കുന്നത്. ഡോക്ടർ ഏഗറാണെന്ന് വിചാരിച്ച് മിക്കാസയുടെ അച്ഛൻ ഡോർ തുറക്കുന്നു. പെട്ടെന്ന് തന്നെ വന്നവർ അയാളെ കുത്തുന്നു. ഇത് കണ്ട് മിക്കാസയുടെ അമ്മ കയ്യിൽ കിട്ടിയ കത്രിക എടുത്തോണ്ട് അവരുടെ അടുത്തോട്ട് പോവാണ്. മിക്കാസ, മോളെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓട് എന്ന് വിളിച്ചു പറയാണ് മിക്കാസയുടെ അമ്മ. അച്ഛനെയും അമ്മയും അവിടെ വിട്ടുകൊണ്ട് അവളെ കൊണ്ട് പോവാൻ സാധിക്കില്ലായിരുന്നു. ഓ നാശം, ഇവർക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ അയാൾ മിക്കാസയുടെ അമ്മയുടെ കഴുത്തങ്ങ് വെട്ടുന്നു. നീ എന്താടാ ഈ ചെയ്തേ? അച്ഛനെ മാത്രം കൊല്ലാവൂന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അറിയാം, പക്ഷെ അവൾ മതിയാക്ക്, ആ പെണ്ണിനെ പിടിക്ക് എന്ന് പറഞ്ഞ് മിക്കാസയെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. പെട്ടെന്നാണ് ആ വീടിന്റെ ഡോർ ആരോ മുട്ടുന്നത്. വേറെ ആരുമില്ല, എറിനായിരുന്നു അത്. നീ ആരാ? എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് അയാൾ ചോദിക്കുന്നു. ഞാൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് വഴിയൊന്ന് തെറ്റി, അപ്പോഴാണ് ഈ വീട് കണ്ടത് എന്ന് എറിൻ പറയുന്നു. ഇതേ സമയം അവന്റെ മുതലാളി അവനെയും പിടിക്കാൻ പറയുന്നു. ഇതേ സമയമാണ് എറിൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് അവനെ അങ്ങ് കുത്തുന്നത്. ഇത് കണ്ട് ടെൻഷനായി ആ ബോസ് അവനെ പിടിക്കാൻ വേണ്ടി വരുന്നു. അയാളെയും അങ്ങ് നൈസായിട്ട് തീർത്ത് കളയുന്നു. നീയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ലടാ, ചാവ്, ചാവടാ, ചാവ്. നീയൊന്നും മനുഷ്യനല്ല, നീയൊക്കെ ഒരു മൃഗമാണ്, ചാവടാ. അങ്ങനെ എറിൻ മിക്കാസയുടെ അടുത്തോട്ട് പോകുന്നു. നീ മിക്കാസയല്ലേ? ഞാൻ എറിൻ. ഡോക്ടർ ഏഗർ എന്റെ അച്ഛനാണ്. അച്ഛനെ നീ മുൻപ് കണ്ടിട്ടുണ്ടാവും. അച്ഛനൊപ്പം നിന്റെ വീട്ടിലോട്ട് വന്ന സമയത്താണ് ഞങ്ങൾ അത് കണ്ടത്. ഇതേ സമയം മിക്കാസ ഇവർ 3 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. പെട്ടെന്നാണ് മൂന്നാമത്തെ ആൾ അവരുടെ പുറകിലൂടെ വരുന്നത്. ഇതേ സമയം എറിൻ അവിടെ ഉണ്ടായിരുന്ന കത്തി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അയാൾ എറിനെ ഒറ്റ ചവിട്ടങ്ങ് കൊടുക്കുവാണ്. അയാൾ എറിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. മിക്കാസ, ആ കത്തി എടുക്ക്, ഇവനെ കുത്ത്. നീ അത് ചെയ്തില്ലെങ്കിൽ ഇവർ നിന്നെയും കൊല്ലും. നീ അത് ചെയ്താ നിനക്ക് ജീവിക്കാം, പോരാടിയില്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. ഇത് കേട്ട് മിക്കാസ കത്തിയെടുക്കുന്നുണ്ടെങ്കിലും അവളുടെ കൈയും കാലൊക്കെ വിറക്കുവാണ്. അപ്പോഴാണ് അവർ ഒരു കാര്യം ആലോചിക്കുന്നത്. ഇതുപോലൊരു സീൻ അവൾ മുൻപും കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഒരു പുൽച്ചാടി ഒരു പൂമ്പാറ്റയെ കഴുത്ത് ഞെരിച്ച് പിടിച്ചിരിക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അവളുടെ അച്ഛൻ ഒരു താറാവിനെ വേട്ടയാടിക്കൊടുന്ന് അതിന്റെ കഴുത്ത് പിടിച്ച് പൊക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട്. ഈ ലോകം വളരെ ക്രൂരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്റെ ശരീരം പിന്നെ വിറച്ചിട്ടില്ല. ശരീരത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും എന്റെ കയ്യിലായിരുന്നു. എന്തും എന്നെ കൊണ്ട് സാധിക്കുമെന്നൊരു തോന്നൽ. പോരാട്, പോരാട്, പോരാട് എന്ന് എറിൻ പറയുന്നത് അവൾ കേൾക്കുന്നു.
അവൾ അവളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ആ കത്തി കൊണ്ട് അയാൾ അങ്ങ് കുത്തുന്നു. പിന്നിൽ നിന്നുള്ള ഒറ്റ കുത്തിനാ ഇവൻ തീർന്നത്. ആ പിള്ളേരാണോ ഇങ്ങനെ ചെയ്തേ എന്ന് പോലീസുകാർ പരസ്പരം ചോദിക്കുന്നു. എറിൻ, നിന്നോട് അടിവാരത്തോട്ട് പോവാനല്ലേ പറഞ്ഞേ, നീ എന്തേ ചെയ്തതെന്ന് വല്ല ബോധമുണ്ടോ? കുറച്ച് മൃഗങ്ങളെ ഞാൻ കൊന്നു. അവർ മനുഷ്യരല്ല, മനുഷ്യരുടെ തൊലിയിട്ട ചെന്നായ്ക്കളായിരുന്നു. ഇത് കേട്ട് അച്ഛൻ ദേഷ്യത്തോടെ എറിൻ എന്ന് വിളിക്കുന്നു. ഞാൻ മിലിറ്ററി പോലീസിന് വേണ്ടി കാത്തു നിന്നിരുന്നെങ്കിൽ അവർ ഇവളെയും കൊണ്ടുപോയേനെ. അതൊന്നും ഒരു കാരണമല്ല എറിൻ. ഭാഗ്യം കൊണ്ടാ നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരുന്നത്. എടുത്തുചാട്ടം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ അവളെ വേഗം രക്ഷിക്കണമെന്ന് തോന്നി. മിക്കാസ, എന്നെ ഓർക്കുന്നുണ്ടോ? നീ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഏഗർ സാർ, എനിക്ക് ഏതു വഴി പോയാ എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും? തണുക്കുന്നു, എനിക്ക് പോവാൻ ഒരു സ്ഥലമില്ല. ഇതേ സമയം എറിൻ അവന്റെ സ്കാർഫ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ നിനക്ക് തണുക്കുന്നില്ലല്ലോ എന്ന് എറിൻ ചോദിക്കുന്നു. ഇല്ല എന്ന് മിക്കാസയും പറയുന്നുണ്ട്. ഇതേ സമയം ഏഗർ, മിക്കാസ, നീ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഇന്ന് നീ ഒരുപാടധികം അനുഭവിച്ചു. നിനക്ക് വളരെയധികം റെസ്റ്റ് ആവശ്യമാണ്. അതൊക്കെ ചോദിക്കണോ? വാ, നമുക്ക് പോവാം നമ്മുടെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞ് എറിൻ അവളുടെ കൈ പിടിച്ചു വലിക്കുന്നു. അവളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഒരുപാടധികം ടൈറ്റൻസിനെ മിക്കാസ കൊല്ലുന്നു. കഴിഞ്ഞു, മതിലിനകത്തോട്ട് പോവാം അക്കർമാൻ എന്നൊരു ഓഫീസർ പറയുന്നു. ഞാൻ വാൻകാർഡിന്റെ പിൻവാങ്ങലിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ എനിക്കിപ്പോ തിരിച്ചു പോവാൻ ഒരു സ്ഥലമുണ്ട്. എറിൻ, നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും സാധിക്കും. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. പാവം മിക്കാസയ്ക്ക് അറിയില്ല എറിൻ മരിച്ചുപോയ കാര്യം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവരുടെ ഫാമിലിയെ കുറച്ചു പേർ ചേർന്ന് ഇല്ലാതാക്കി. മിക്കാസയെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് എറിനാണ്. അതിന്റെ നന്ദിയും കടപ്പാടും എന്നും മിക്കാസയ്ക്ക് ഉണ്ടാവുമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ നിൽക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.